എടീ, ഞാൻ ഇറങ്ങുക. എന്തെങ്കിലും വാങ്ങാനുണ്ടോ? കുറച്ച് വെജിറ്റബിൾസും ഫിഷും വാങ്ങണമായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ വന്ന്? സാറിന് എന്നെ ഓർമ്മയില്ലേ? അന്നൊരു പ്രോബ്ലം വന്നപ്പം സാറത് സോൾവ് ചെയ്ത് തന്നത്. ഞാൻ പോകാൻ ഇറങ്ങിയതാ. സാരമില്ല, വാ കയറി സംസാരിക്കാം. കയറുന്നില്ല സാറേ. സാർ എൻ്റെ വണ്ടിയുടെ EMI അടച്ചിട്ട് 6 മാസമായില്ലേ? അപ്പോ 6 മാസമായിട്ട് നിങ്ങൾ EMI അടച്ചില്ല? ഞാൻ ഫൈനാൻസിൽ നിന്ന് വരുമോ സാറേ? വണ്ടി കൊണ്ടുപോകണം. അടുത്ത മാസം ക്ലിയർ ചെയ്താൽ മതിയാവോ? അത് പറ്റില്ല സാറേ, വണ്ടി കൊണ്ടുപോകണം. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നന്മമരമാകുമ്പോ ഇങ്ങനെ ഇരിക്കും, ആരോടും പൈസ വാങ്ങുകയല്ല, എല്ലാ കേസും ഒത്തുതീർപ്പാക്കി അങ്ങ് വിടും. മാഡം, സാർ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വല്ല പള്ളിയിലച്ഛനും ആകാൻ പോയാൽ മതിയായിരുന്നു. ഇതിലും ഭേദം അതാ. എൻ്റെ ജോലി പോവും, അതുകൊണ്ടാ. സാറൊന്നും വിചാരിക്കല്ലേ. ഒരു നിവൃത്തിയില്ലാണ്ടാ സാറേ ഞാനിത് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? അറിയില്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി വണ്ടി തിരിച്ചെടുക്കണേ സാറേ. രായേട്ടാ, എനിക്ക് നല്ല സുഖമില്ല, ഞാനിന്ന് വരുന്നില്ല. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ. ഓ, മണിയേട്ടാ, പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. ഇങ്ങനെയൊന്നും അല്ല ഒരു വക്കീല്. എടീ, ഞാൻ ഈ കുപ്പായിട്ടപ്പോൾ ഒരു തീരുമാനം എടുത്തിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കണം, അവർക്ക് നീതി മേടിച്ചു കൊടുക്കണം. എന്നിട്ട് എന്തുണ്ടായി മണിയേട്ടാ? ഡൈവോഴ്സിന് വരുന്നവരെ വരെ നിങ്ങൾ ഒന്നിപ്പിച്ചു വിടുവല്ലേ ചെയ്യുന്നേ? പിന്നെ എങ്ങനെയാ ഫീസ് കിട്ടുക? അതിൻ്റെ ഒരു നന്മ നമുക്ക് കിട്ടില്ലേ? നന്മയിട്ട ചോറാകുമോ മണിയേട്ടാ? ഓരോ വക്കീലന്മാരും കാറും വീടുമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. നമ്മുടെ അവസ്ഥ എന്നും ഇത് തന്നെ. സാറേ, എന്തു പറ്റി സാറേ? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അല്ല, സാറിന്റെ വണ്ടി എവിടെ പോയി? അത് പറന്നുപോയി. എന്തു പറ്റി മാഡം? അത് സീസ് ചെയ്തു പോയി. അപ്പോൾ സാറ് പൈസ അടച്ചില്ലായിരുന്നോ? അത് സാരമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാ ഞാനും ആലോചിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഡീസൽ അല്ലേ, 10 പൈസ ഉണ്ടാകത്തില്ല. കേട്ടോ, നമുക്ക് ആത്തിരി. സാറേ, ഞാൻ ഇന്നലെ പറഞ്ഞ ആ മർഡർ കേസ് നമുക്ക് എടുത്താലോ? അത് വേണ്ട കേട്ടോ. അവർ പറയുന്ന കാശ് തരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവരുടെ അടുത്ത് ന്യായമില്ല രാജേട്ടാ. അയ്യോ, ഇയാളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ എടുത്തില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും എടുക്കും. നമ്മുടെ ജോലിയല്ലേ സാറേ അത്. അങ്ങനെയുള്ള പൈസ എനിക്ക് വേണ്ട കേട്ടോ. ഈ എത്തിക്സും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും ആവില്ല കേട്ടോ. ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാറേ, ഞാൻ ഇറങ്ങുക. എൻ്റെ സ്കൂട്ടി ഇവിടെ ഇരിക്കട്ടെ. സാറിൻ്റെ വണ്ടി വന്നിട്ട് തിരിച്ചു തന്നാൽ മതി. അത് വേണ്ട കേട്ടോ. സാറൊന്നും പറയണ്ട, അതിവിടെ ഇരിക്കട്ടെ. ഞാൻ ഇറങ്ങുക. ശരി. സാറിന്റെ കൂടെ അല്ലേ സഹവാസം, അല്ലെങ്കിൽ അയാളെങ്കിലും രക്ഷപ്പെട്ടേനെ. എടി, ഇന്ന് വരെ നീതിരഹിതമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നീതിദേവത അനുഗ്രഹിക്കുമായിരിക്കും. എന്തു പറ്റി അപ്പേ? തലവേദനയാ മോനെ. അപ്പേ നാളെ ഫീസ് കൊടുക്കണ്ടേ? ഇതാ അടുത്ത തലവേദന. അപ്പേ ഞാൻ പോവാം. മോളവിടെ നിന്നേ. നിന്റെ കയ്യിൽ കിടന്ന വളയുന്നേ? അത് അമ്മ, എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു അത്യാവശ്യം വന്നപ്പോ പണയം വെക്കാൻ കൊടുത്തു. എന്റെ കൊച്ചേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ മാതാപിതാക്കളോട് ചോദിക്കണ്ടേ? ചോദിച്ചായിരുന്നു. ആരോട്? കൊള്ളാം, അപ്പന്റെ മോള് തന്നെ. അതാണ്. മോനെ, ഫീസ് അപ്പൊ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാട്ടാ. പിന്നെ അടിയനങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ. എങ്ങനെയാ പൈസ സംഘടിപ്പിക്കുന്നത്? ഇനി സ്വർണ്ണമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, അത് ഞാൻ തരികയില്ല. അടുത്ത മാസം എടുത്തു തരാടി. മണിയേട്ടാ, നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. ജീവിതത്തിൽ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉള്ളത് നല്ലതാ. അതിനിപ്പോ ഞാനെന്ത് ചെയ്തടി? കക്ഷികളോട് ഫീസ് മേടിക്കണം. എടി,
എൻ്റെ അടുത്ത് വരുന്ന മിക്കവരും പാവപ്പെട്ടവരാ. അവരോട് ഞാൻ എങ്ങനെയാണ്? ഞാനൊന്നും പറയുന്നില്ല. മണിയേട്ടന് ഇഷ്ടമുള്ളത് ചെയ്തോ. എടി, ഒരു വണ്ടി വന്നിരിക്കുന്നു. ആരാ നോക്കിയേ? ദൈവമേ, പൈസ കൊടുക്കാനുള്ള ആരെങ്കിലും അയക്കുമോ? മണിയേട്ടാ, ഒന്നിങ്ങ് വന്നേ. സാറേ, സുഖാണോ? കുഴപ്പമില്ല സജി. ഈ കാറ് അത് ഞങ്ങൾ മേടിച്ചതാ. ഈ കാറ് ഞങ്ങളുടേതാണല്ലോ. കാറ് നിങ്ങളുടെ തന്നെയാ? പിന്നെങ്ങനെ? സാറ് തന്ന ജീവിതമാ ഞങ്ങളുടേത്. നിങ്ങൾക്ക് പിരിയണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ? വേണം സാറേ, ഒത്തുപോകത്തില്ല. എന്താ നിങ്ങളെ അഭിപ്രായം? ചേട്ടായിക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്നാത്തില്ല സാറേ. സജി, നിങ്ങൾ പറഞ്ഞ കാരണമൊന്നും കോടതി അംഗീകരിക്കില്ല. ഇത്രയും നിസ്സാര കാര്യത്തിൽ നിന്നും ഡിവോഴ്സ് കിട്ടില്ല. നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ പിഴച്ചവളാണെന്നും പരപുരുഷ ബന്ധമുണ്ടെന്നും തെളിയിക്കേണ്ടി വരും. ഏയ്, അത് വേണ്ട സാറേ. അങ്ങനെ ഒരു കാര്യം അവൾ ചെയ്യില്ല. അക്കാര്യത്തിൽ എനിക്ക് അതിൻ്റെ വിശ്വാസം. ഒരു കാര്യം, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. നിങ്ങൾ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. ആ, വാ വാ, ഇരിക്ക്. എന്നാ പിന്നെ മ്യൂച്വലായിട്ട് കൊടുക്കാം അല്ലേ? സാറേ, ഞങ്ങൾക്ക് പിരിയണ്ട. എന്റെ ചേട്ടായിക്ക് എന്റെ ചാരിത്രത്തെ അത്ര വിശ്വാസമാണ്. അത് മാത്രം മതി എനിക്ക് ഈ ജന്മം മുഴുവൻ ജീവിക്കാൻ. ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടില്ലാന്ന് കേട്ടില്ലാന്ന് വെക്കണോ? അപ്പൊ ലൈഫ് അങ്ങ് ഹാപ്പിയാവും. അപ്പോ എന്റെ ഫീസ് നഷ്ടമായി അല്ലേ? സാറേ, സാറ് ഞങ്ങൾ ഞെട്ടിക്കൽ ബിരിയാണി ഒക്കെ മേടിച്ചു തന്നേക്കാം. സാറിനൊരു ബുദ്ധിമുട്ട് വരുമ്പം അതെങ്ങനെയാ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്? സാറിനോട് ഞങ്ങൾ മരണം വരെ കടപ്പെട്ടിരിക്കും. പിരിഞ്ഞു പോകേണ്ട ജീവിതമാണ് ഞങ്ങളുടേത്. സാറിന്റെ നന്മ കൊണ്ട് മാത്രമാ. അതൊക്കെ ദൈവഹിത, ഞാനൊരു നിമിത്തം മാത്രം. സാറേ, ഞങ്ങളൊന്ന് ഇറങ്ങുമോ? ഒക്കെ ഇങ്ങനെ. സാറേ, സ്കൂട്ടർ ഞാൻ എടുക്കുവാണേ. സൂത്രധാരൻ രാജൻ സാറാ. ഇതൊന്നും വേണ്ടായിരുന്നു സച്ചി. സാറേ, EMI എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാൻ മടിക്കരുത്. സാറേ, നന്മമരങ്ങൾ വീഴാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. സജിയെ പോലെ, എന്നെ പോലെ ഒത്തിരി പക്ഷികൾക്ക് ചേക്കേറാനുള്ളതാണ് ആ മരം. ചേച്ചി, ഞങ്ങൾ ചോറൊക്കെ ഉണ്ടിട്ടേ പോകുന്നുള്ളൂ. അതിനെന്നാ, അത് നമുക്ക് സെറ്റാക്കാം. വാ. അതെ, സൂത്രധാരനും വാ.